രണ്ടാമത്തെ കാര്യം, ഇത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് കഴിഞ്ഞ 4 വർഷങ്ങളായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ 4 വർഷങ്ങളിൽ നമ്മുടെ പരിശ്രമങ്ങൾ ലക്ഷ്യത്തിലെത്താതെ വരുമ്പോൾ നമ്മൾ സഭയുടെ ഉന്നത അധികാരികളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇതെങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതിന്റെ കർമ്മപദ്ധതികൾ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ മാത്രം വ്യക്തിപരമായി ചെയ്യുന്നതല്ല. ഞങ്ങൾ ഈ കാര്യങ്ങള് പൊന്തിഫിക്കൽ ഡെലഗേറ്റ് സിറിൽ വാസിൽ പിതാവുമായി സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ ഓറിയന്റൽ കോൺഗ്രിഗേഷന്റെ പ്രീഫെക്റ്റും അതുപോലെ തന്നെ മറ്റാളുകളും പെർമനന്റ് സിനഡ് ഒരുമിച്ചിരുന്ന് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചകളുടെ എല്ലാം വെളിച്ചത്തിൽ ഞങ്ങൾ പെർമനന്റ് സിനഡിൽ ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. ആ ധാരണയിലെത്തിയ കാര്യങ്ങളാണ് അതെങ്ങനെ പ്രായോഗികമാക്കാൻ പറ്റുമെന്ന് വിവിധ തലങ്ങളിൽ ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ പറഞ്ഞ നിർദ്ദേശങ്ങൾ തീർച്ചയായും ഞങ്ങൾക്ക് വളരെ വാലിഡായ നിർദ്ദേശങ്ങളാണ്. നമുക്കത് ഏത് രീതിയിൽ ഈ കർമ്മ പദ്ധതിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ പറഞ്ഞ അവര് അങ്കമാലിയിൽ ഏതോ അച്ഛൻ സമരത്തിന് കടന്നു എന്ന് പറഞ്ഞതും ഇവിടെ കയറിയതും പിതാവിന്റെ മനസ്സറിവോടെയാണോ? അല്ല എന്നൊറ്റ വാക്കിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ചോദിച്ച മറ്റൊരു ചോദ്യം ഈ മണവാളനച്ഛന്റെ വിഷയം എന്ന് പറയുന്നത് അദ്ദേഹത്തെ ബോസ്കോ പിതാവ് സസ്പെൻഡ് ചെയ്തതും ആ സസ്പെൻഷൻ സംബന്ധിച്ച നടപടിക്രമങ്ങള് സഭയുടെ ട്രിബ്യൂണലിലേക്ക് വിട്ടിരിക്കുന്നതുമായ കാര്യമാണ്. ട്രിബ്യൂണലാണ് സഭയുടെ നിയമം അനുസരിച്ചല്ലാതെ നമുക്ക് ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പറ്റിയല്ലോ. നിയമമാണ്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെതിരായി എന്ത് നടപടിയെടുക്കണമെന്നുള്ളത് സഭ തീരുമാനിച്ചിരിക്കുന്ന ട്രിബ്യൂണലിന് വിട്ടിരിക്കുന്നതാണ്. ട്രിബ്യൂണൽ ആ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഈ കുർബാന ചെല്ലാതിരുന്ന അച്ഛൻ കുർബാന ചെല്ലിയെങ്കിൽ തീർച്ചയായും അത് അദ്ദേഹത്തിന്റെ വിചാരണയിൽ അദ്ദേഹത്തിനെതിരായ മറ്റൊരു സാക്ഷി വരും. മാറ്റാനായിട്ട് പിതാവ് ഓർഡർ അപ്പൊ ദയവ് ചെയ്ത് പിതാവെ ബസ്ലിക്കയിലെ കാര്യം രമ്യമായിട്ട് പരിഹരിക്കാന്ന് പിതാവ് പറഞ്ഞു. ഇന്ന് വരെ രമ്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അവിടെ 2 കൈക്കാരന്മാരുണ്ട്. സഭയുടെ കൂടെ നിൽക്കുന്ന 2 കൈക്കാരന്മാര്. അവരെ വിളിച്ചിട്ട് പിതാവ് എന്തെങ്കിലും സംസാരിച്ചോ? അവരോട് എങ്ങനെ നമുക്കിത് ഇത് പരിഹരിക്കാന്നോ അല്ലെങ്കിൽ മണവാളനച്ഛന്റെ അവിടുത്തെ നിലപാട് എന്തെങ്കിലും പിതാവ് ഇതുവരെ സംസാരിച്ചു? പിന്നെ 71 എപ്പോഴാ ചാവണേന്ന് അറിയില്ല. കുർബാന കണ്ടേ പറ്റൂ. ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലെന്ന് മാത്രമല്ല, ഈ കൂറിയനെ മാറ്റിയ നടക്കത്തില്ല. ഒത്തിരി തീരുമാനങ്ങൾ മാറ്റി പിതാവ് വന്നത് തന്നെ ഏറ്റവും വലിയ മണ്ഡലത്തിൽ അപ്ലാവ് ചെയ്തോ. പിതാവ് ഈ സമവായം ഉണ്ടാക്കിയതും വലിയ മണ്ഡലത്തിലാണ്.